ഹലോ ഗൈസ്, നമ്മളിന്ന് നമ്മളെ ടോട്ടി യൂണിൻ്റെ ഗൈഡോട്ടാണ് വന്നേക്കുന്നത്. ആൻഡ് നമുക്കെന്നൊരു പാക്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത്. ലക്ക് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കണം. ഓക്കെ, കിടിലം വോക്കൗട്ടാണ് കാര്യം. ഓക്കെ, ക്രൊയേഷ്യ ലെഫ്റ്റ് ബാക്ക് ഒക്കെ ഗാർഡിയോളാണ്. റേറ്റിംഗ് ഓക്കെ 101 ഗൈസ്, 101 ചതിച്ച്. ആൻഡ് നമുക്കൊരു അൺലിമിറ്റഡ് ബണ്ടിലിൻ്റെ ഒരെണ്ണം കൂടി ഓപ്പൺ ചെയ്യാം. ആരെങ്കിലും നല്ല 101 മേളിൽ കിട്ടുവാണെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതിൻ്റെയൊക്കെ നോക്കായിരുന്നു. ഓക്കെ, നെതർലാൻഡ് ലെഫ്റ്റ് വിങ് സിമോൺസ് ആണ്, കുഴപ്പമില്ല. സോ ഗൈസ്, കിഡ്ലൻ ഒരു പാക്ക് അല്ലായിരുന്നു നമ്മൾ ഇന്നലെ ഓപ്പൺ ചെയ്തത്. സോ ഇന്നെങ്കിലും നമുക്ക് ലക്ക് ഉണ്ടോ നോക്കണം. സോ ഒട്ടും ലക്കില്ല എന്ന് പറയേണ്ടി വരും, കാരണം നമുക്ക് കഴിഞ്ഞ ഇവൻറ്റിൽ ഒന്നും നല്ല പ്ലേസിനൊന്നും കിട്ടിയിട്ടില്ല. ആൻഡ് ഇതിനകത്തെങ്കിലും നല്ല പ്ലേസിന് കിട്ടുന്നുള്ള പ്രതീക്ഷയുണ്ട്. കാരണം ഇത് 107 വരെ റേറ്റിംഗുള്ള ഇവൻ്റാണ്. ഓക്കെ, പെഡ്രിയാണ് ഏസ് വീണ്ടും പറ്റിച്ച് 101 തന്നിട്ട്. പെഡ്രിനെ കിട്ടിയപ്പോൾ ഞാൻ 103 പ്രതീക്ഷിച്ച്. സോ നമുക്കൊരു അൺലിമിറ്റഡ് ബണ്ടിൽ കൂടി ഓപ്പൺ ചെയ്യാം. എൻ്റെ പൊന്നോ, എന്തൊരു തേപ്പാണിത്. വോക്കൗട്ടും ഇല്ലേ. ഈ അൽഡാവസറിനെ കഴിഞ്ഞ റെട്രോസ്റ്റാസിൽ കിട്ടിയ മടുത്തെയാണ്. സോ നമുക്കിനി 2 ഒരുമിച്ച് ഓപ്പൺ ചെയ്യാം. സോ ഇതിനകത്തെങ്കിലും പ്രതീക്ഷയുണ്ട് നമുക്ക് ആരെങ്കിലും കിട്ടുമെന്ന്. ഓക്കെ, 2 ഒരുമിച്ച് ഓപ്പൺ ചെയ്തുകൊണ്ട് നല്ല ആരെങ്കിലും കിട്ടുമായിരിക്കും. 101 അങ്ങനെ ആരെങ്കിലുമൊക്കെ. ഓക്കെ, വീണ്ടും ആ സിമോൺസ് ആണ്. സോ ഗൈസ്, ഇനി നമ്മളെ മെയിൻ കടയിലോട്ട് അടക്കാം. ഈ ടോട്ടി ഇവൻറ്റിനെ കുറിച്ച് എന്തായാലും നമുക്ക് പറയേണ്ടതുണ്ട്. സോ ഫസ്റ്റ് തന്നെ ഗാലറി നോക്കുവാണെങ്കിൽ എക്സ്ചേഞ്ചിൽ 100 to 102 10 ഷാഡേ ഉള്ളൂ. ബാക്കിയെല്ലാത്തിനും അത്യാവശ്യം കുറച്ച് ഷാർട്സ് ഉണ്ട്. ഡിമാർക്കോനെ എടുക്കണമെന്നുണ്ട്, കാരണം ഡിമാർക്കോ 200 ഉള്ളൂ. നിങ്ങൾക്ക് 600 എന്തായാലും കിട്ടുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. എന്തായാലും നിങ്ങൾക്ക് ഈ എമാലിനെയോ വാണ്ടയ്ക്കിന് ആരെ വേണമെങ്കിലും എടുക്കാം. 600 നിങ്ങൾക്ക് ഷുവറായിട്ട് കിട്ടും. ഓക്കെ, അടുത്ത് നമ്മൾ നോമിനി ലിസ്റ്റിൽ ഉള്ളത് കുറച്ച് മാച്ചസ് കളിക്കാനും ആൻഡ് ഒരേ പെയറായിട്ടുള്ള കുറച്ച് കാർഡ് കണ്ടുപിടിക്കാനാണ്. എമാലിൻ്റെ തന്നെ വേറെ ഒരെണ്ണം കൂടി ഇതിനകത്ത് കണ്ടുപിടിക്കണം, വാണ്ടയ്ക്കിൻ്റെയും. അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് മൈൽ സ്റ്റോൺസ് എന്നൊക്കെ റിവാർഡ് കിട്ടുന്നതായിരിക്കും. നമുക്ക് ആകെ 2 ചെയ്തിട്ടുള്ളൂ. ഇനിയും നമുക്കൊരു 100 ടോക്കൺ വെച്ചിട്ട് വാണ്ടയ്ക്കിന് എമാലിനെ കിട്ടുവാണെങ്കിൽ നമുക്കിത് സെറ്റാക്കാൻ പറ്റുന്നതാണ്. പിന്നെ റോഡ് ടു ഐക്കോണിൽ നമുക്ക് മാച്ചസ് കളിച്ചിട്ട് ആ ടോക്കൺ വെച്ച് നമുക്ക് ഇവിടുന്ന് ഇതെടുക്കാവുന്നതാണ്. ഓക്കെ, എക്സ്ചേഞ്ചിൽ നിന്നും കിട്ടും ഈ ടോക്കൺ. ആൻഡ് ഇതിനകത്തുനിന്ന് ഗൈസ് നിങ്ങൾ ആകെ എടുക്കേണ്ടത് ഈ ഷാഡാണ്. ഷാഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 150 ഷാഡ് വെച്ച് 4 വീക്കിൽ 600 ഷാഡ് കിട്ടുന്നതായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കോഡ് ഇല്ലെങ്കിൽ എന്തുകൊണ്ടും അതിനകത്ത് പ്ലേസിന് എടുക്കുന്നതായിരിക്കും നല്ലത്. ആൻഡ് ഞാൻ എന്തായാലും ഷാഡായിരിക്കും എടുക്കാൻ പോകുന്നത്, കാരണം 4 വീക്കിൽ നിന്നും 150 വെച്ച് 600 ഷാഡ് കിട്ടും. ഇഷ്ടമുള്ള പ്ലെയറിനെ എടുക്കാവുന്നതാണ്. അത് നല്ലൊരു കാര്യമാണ് അങ്ങനെ എടുക്കാൻ പറ്റുന്നത്. സോ നോക്കുകയാണെങ്കിൽ ഇതേ വാൾവർഡെ, ഹാളണ്ട്, വാണ്ടയ്ക്ക്, എമാൽ, ഇനിയും കുറച്ചൊരു പ്ലേയേഴ്സ് വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാവുന്നതാണ്. സി സെക്ഷനിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് മാച്ചസ് കളിച്ചിട്ട് ഡെയിലി ഒരു മഷറാന വെച്ച് എടുക്കാവുന്നതാണ്. ഞാൻ ക്ലെയിം ചെയ്തിട്ടില്ല, ക്ലെയിം ചെയ്യണം. സോ നമ്മൾ എക്സ്ചേഞ്ചിൽ നിന്ന് എങ്ങനെ എടുക്കേണ്ടതെന്ന് എനിക്ക് പറഞ്ഞിരേണ്ട ആവശ്യമൊന്നുമില്ല. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ 200 സബ്സ്ക്രൈബിലോട്ട് കുറച്ചടുത്താണ്. ആൻഡ് ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള എക്സ്ചേഞ്ചസ്. നല്ല ഇവൻ്റാണ് മൊത്തത്തിൽ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ.